എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നു. വർഷം 2022. ഫുട്ബോളിൽ തുടരുന്ന കാലത്തെ ഇതിഹാസങ്ങൾക്കൊപ്പമോ അല്ലെങ്കിൽ അതിനു മുകളിലോ പ്രതിഷ്ഠിക്കപ്പെട്ട താരം 37 കഴിഞ്ഞ് കളിയാരവങ്ങളോട് വിട പറയുവാൻ നിൽക്കുന്ന ആ ഇതിഹാസത്തിന്റെ കരിയർ അവസാനം ആ താരത്തോളം മികച്ചതാകുമെന്ന കണക്കൂട്ടലുകളെല്ലാം പൊടുന്നനെ മാറിയ വർഷം. ആദ്യം അവനുമേൽ പ്രഹരം നൽകിയത് ആ മേൽവിലാസം ഉണ്ടാക്കി കൊടുക്കുന്നവരിൽ നിന്നും തന്നെ. അതുകൊണ്ടൊന്നും ഒന്നും അവസാനിച്ചില്ല. പിന്നീട് അവനുമേൽ ഒരു തീച്ചോരയായി പതിച്ചത് അവനാൽ ഒരു മേൽവിലാസമുണ്ടായ ഒരു ടീമിൽ നിന്നും. ഹൃദയത്തിൽ മനഃശക്തിയുടെ ഉരുക്കുകോട്ട പണിതവൻ പോലും ഉരുകിപ്പോകുന്ന നിമിഷങ്ങൾ. തൻ്റെ രാജ്യം വേൾഡ് കപ്പിൽ അവസാന 16 കടക്കാതെ പുറത്തായപ്പോൾ ആ അധ്യായം അതോടെ അവസാനിച്ചുവെന്ന് ലോകം വിധിയെഴുതി. എന്നാൽ പക്ഷേ അയാളുടെ വിധി തീർപ്പാക്കുവാൻ ഏകവകാശി അയാൾ മാത്രമായിരുന്നുവെന്ന് ആ വിമർശക ലോകത്തിന് അറിയില്ലായിരുന്നു. തൻ്റെ ദുസ്വപ്നങ്ങൾക്ക് മുകളിൽ ഉയർത്തി നിൽക്കുവാൻ കാലം പോലും അയാൾക്കെതിരെയായിരുന്നു. എന്നിട്ടും 2023 ആ വിധിയെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട് ആ വർഷം അയാൾക്ക് വേണ്ടി മാറ്റി എഴുതപ്പെട്ടു. ഫുട്ബോൾ ക്ലോക്കിലെ ഓരോ സൂചിയും അയാൾക്ക് വേണ്ടി ചലിച്ചുകൊണ്ടേയിരുന്നു. അയാളുടെ മഹത്വം വാഴ്ത്തുവാൻ ഒരു ലോകം തന്നെ അവർക്കെതിരെ അയാൾ പുതുതായി ഉണ്ടാക്കിയെടുത്തു. വീണ്ടും സർവ്വതും ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ആ നാമത്തെ വലയം വെച്ചുകൊണ്ടേയിരുന്നു. ആ പ്രപഞ്ചം ആ 38-കാരൻ്റെ കാൽസ്പർശമേറ്റ് വീണ്ടും ചലിക്കുവാൻ തുടങ്ങി. അതെ, വീണവൻ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നു. എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നു. ഒരേ ഒരു രാജാവ്. In my mind, I'm always the best. I'm pushed to myself. I don't need other players to push myself. Playing for Cristiano Ronaldo. It's Cristiano Ronaldo by himself. The man's a phenomenon. The club's a phenomenon. Cristiano Ronaldo. 2-0 down at the kickoff. It's all 3-2 up. Cristiano Ronaldo's footballing godfather is preparing to take his seat. വീണുപോകുമെന്ന് വിശ്വസിച്ചെടുത്തെന്നെല്ലാം ഉയർത്തെഴുന്നേറ്റവരാണ്. ഇക്കാലം അത്രയും എതിർത്തവർക്കും വിമർശിച്ചവർക്കും പരിഹസിച്ചവർക്കുമുള്ള മറുപടി നൽകിയ ജന്മമാണ് അയാൾ. ഒരിക്കലും റൊണാൾഡോ എഴുതിത്തള്ളാൻ നിൽക്കരുത്. കാരണം അയാൾ തിരിച്ചുള്ള രാജാവാണ്. തൻ്റെ 39-ാം വയസ്സിലേക്കുള്ള യാത്രയിലും അതിങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. അവസാനിച്ചു എന്ന് വിധിയെഴുതിയവരെ കൊണ്ടും എതിരാളികളെ കൊണ്ടും കൈയടിപ്പിക്കാൻ ശേഷിയുള്ള മുതൽ തൻ്റെ കണങ്കാലിലെ കരുത്തറന്നവർക്കും നരവിണ മുടിയിഴകൾ എണ്ണത്തിട്ടപ്പെടുത്തിയവർക്കുമുള്ള മറുപടി അയാൾ ലോകത്തിൻ്റെ നെറുകിൽ നിന്നുകൊണ്ട് നൽകുക തന്നെയാണ്. എവിടെയും തോറ്റുകൊടുക്കാൻ അയാൾക്ക് മനസ്സിലായിരുന്നു. ഹേറ്റേഴ്സ് മേക്സ് മീ അൺസ്റ്റോപ്പബിൾ എന്ന വാചകത്തോട് 100% നീതി പുലർത്തിക്കൊണ്ട് ഓരോ യുദ്ധങ്ങളും അയാൾ വിജയിച്ച് കയറിക്കൊണ്ടേയിരുന്നു. പക്ഷേ തലതാഴ്ത്തി ശീലമില്ലാത്തവൻ മുഖമുയർത്തി നോക്കുവാൻ പോലും സാധിക്കാതെ കണ്ണീരടക്കി പിടിച്ചുകൊണ്ട് ഖത്തറിൽ നിന്നും മടങ്ങുമ്പോൾ സാഹചര്യങ്ങളുടെ പടവെട്ടിക്കയറിയ റൊണോ യുഗം അവിടെ അവസാനിച്ചുവെന്ന് പലരും കരുതിയിരുന്നു. എന്നാൽ ഒരിക്കലും ഖത്തറിലായിരുന്നില്ല അയാൾ ശരിക്കും വീണു പോകുന്നത്. തൻ്റെ മകൻ്റെ മരണവും കാലിൽ സാരമായി ഏൽക്കുന്ന പരിക്കും പേറി മാഞ്ചസ്റ്റർ നാളുകളോട് സഞ്ചരിക്കുമ്പോൾ ആദ്യമായി അയാൾ ആ സമയത്തിന് മുന്നിൽ ഒന്ന് കാലിടറി വീണു പോകുന്നുണ്ട്. ആ വീഴ്ച കണ്ട് ആസ്വദിച്ചവരാരും തന്നെ അയാൾക്കൊപ്പമുണ്ടായിരുന്നില്ല. വളർത്തിയ ക്ലബും ജീവൻ കൊടുത്ത രാജ്യവും ഉപയോഗശൂന്യമെന്ന പോലെ വലിച്ചെറിയാനാണ് ശ്രമിച്ചത്. കിരീടങ്ങളുടെ കണക്ക് പറഞ്ഞ് ഫൈനലുകളിൽ തോൽവികൾ തുടർക്കഥയായി നിൽക്കുന്ന ഏറ്റവും മോശം സമയത്ത് ലയണൽ മെസ്സി എന്ന തൻ്റെ ജനറേഷനിൽ തനിക്കൊത്ത പോരാളിയെ പോലും ആശ്വസിപ്പിക്കുവാൻ അഹങ്കാരി എന്നും സെൽഫിഷ് എന്നും ഹേറ്റേഴ്സ് വിളിക്കുന്ന റൊണാൾഡോ ഉണ്ടായിരുന്നു. പക്ഷേ അയാളുടെ കരിയറിലെ ഏറ്റവും മോശം സമയത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. വേൾഡ് കപ്പിന് ശേഷം ഓരോ ക്ലബ്ബുകളും ഓരോ കാരണങ്ങൾ നിർത്തി ഇതിഹാസത്തെ ഏറ്റെടുക്കുവാൻ തയ്യാറാകാതെ വന്നപ്പോൾ ദയൻ്റെന്ന് വിശ്വസിക്കുവാൻ ശീലിച്ചവരുണ്ട്. ശേഷം സൗദിൻ പ്രോ ലീഗിലേക്ക് തൻ്റെ കരിയർ പറിച്ചു നടുമ്പോൾ ഇനി ആ കഥ അടഞ്ഞ അധ്യായമാണെന്ന് കരുതിയവരുമുണ്ട്. അങ്ങനെ വിധി എഴുതി സീൽ ചെയ്ത പുസ്തകം ഒരിക്കൽ കൂടി പുറത്തെടുത്ത താളുകൾ പൊടിതട്ടി എടുക്കേണ്ടി വന്നു.
മെസ്സി ചാനലുകൾക്ക് മറുപടി നൽകിയ, റിവഞ്ചുകൾക്ക് വിധി എഴുതിയ, കിട്ടാക്കിരീടങ്ങളുടെ കഥ എഴുതിയ, പുതിയ റെക്കോർഡുകൾ പണികഴിപ്പിച്ച മഞ്ഞക്കുപ്പായത്തിലെ പുതിയ റൊണോയുഗം എഴുതി ചേർക്കുവാൻ ഹീസ് നോട്ട് എൻഡ് എന്ന തലക്കെട്ടോടുകൂടി. നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും, വഴിതെറ്റിയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും, മുറിവേറ്റതിനെ ഞാൻ വച്ചുകെട്ടും. കാലാകാലങ്ങളായി റൊണോ കഥകളിൽ തുടരുന്ന സാരാംശങ്ങളാണവ. കാരണം അയാൾക്ക് സാഹചര്യങ്ങളോടൊന്നും യുദ്ധം ചെയ്താണല്ലോ ശീലം. അതിന് 40 വയസ്സായാൽ പോലും. വയസ്സ് ഒരു മക്കമാണെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ അത് ചെയ്ത് കാണിക്കണമെങ്കിൽ അയാളുടെ പേര് റൊണാൾഡോ എന്ന് തന്നെയാണ്. അയാൾ നേടിയ കിരീടങ്ങൾക്കൊന്നും മറ്റൊരു അവകാശവാദങ്ങളുണ്ടായിരുന്നില്ല. അയാൾ നേടിയ പുരസ്കാരങ്ങളിലൊന്നും വിവാദങ്ങൾ ഉയർന്നു കേട്ടില്ല. അയാൾ നിരത്തിയ നിമിഷങ്ങൾക്കൊന്നും ഇതുവരെ പകരക്കാരുമില്ല. ഇനി ഈ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കഥകളിലും മറുകഥകളുണ്ടാകില്ല. In the pitch and outside. വീണവൻ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമ്പോൾ തൻ്റെ കരിയറിൽ അയാൾക്ക് നന്ദി പറയേണ്ടത് ഒരിടത്ത് മാത്രമായിരിക്കും. തൻ്റെ മോശം സമയത്ത് തന്നെ വിശ്വസിച്ച് കൂടെ നിർത്തിയ അന്നാസർ ക്ലബിനോട് മാത്രം. എന്നാൽ അവരുടെ മോശം സമയത്ത് തിരുത്തുവാൻ നിയോഗിക്കപ്പെട്ടത് അയാൾ തന്നെയായിരുന്നുവെന്ന് കാലവും തെളിയിക്കുന്നുണ്ട്. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് അയാളെ പരിഹസിക്കാം, വിമർശിക്കാം, പക്ഷേ ഈ ഫുട്ബോളിൻ്റെ എൻ്റെ ലോകത്ത് നിന്ന് അയാളെ നിങ്ങൾക്കൊരിക്കലും തുടച്ചു മാറ്റുവാനോ ഒഴിച്ചു നിർത്തുവാനോ സാധിക്കുകയില്ല. കാരണം ആ ഫുട്ബോളിൻ്റെ രാജാവ് അത് അയാൾ മാത്രമാണ്. Number one. Maybe someone don't like me, but because maybe I'm too good. I don't know why. I'm example. I know. Who's the best player in the world ever? Me.